ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് മോസ്റ്റ് നൊട്ടോറിയസ് സീരിയൽ കില്ലറായ സൈനൈഡ് മോഹൻ്റെ ബ്രൂട്ടൽ സ്റ്റോറി ലൈഫാണ്. ഈ സ്റ്റോറി ലൈൻ്റെ ബേസിലാണ് മമ്മൂക്കയുടെ കളം കാവൽ എന്ന പുതിയ സിനിമ വരുന്നത്. ഓൾമോസ്റ്റ് 6 ഇയർ ടൈം പീരീഡിൽ 20 കൊലകൾ നടത്തിയ സൈനൈഡ് മോഹൻ എന്ന ക്രിമിനലിന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കർണാടകയിൽ ഒരു സ്കൂൾ ടീച്ചറായാണ് മോഹൻകുമാർ എന്ന സൈനൈഡ് മോഹൻ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഈ കില്ലറുടെ ടാർഗറ്റ് 22 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി കുറഞ്ഞ സ്ത്രീകളാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറഞ്ഞ സ്ത്രീകളെ പ്രണയം നടിച്ച് വിളിച്ചോടിച്ചുകൊണ്ടുവരികയും പിന്നീട് ഗർഭനിരോധന ഗുളികയായി സൈനൈഡ് കൊടുക്കുന്നതാണ് പാറ്റേൺ. ഇതിനായി ബസ് സ്റ്റാൻഡ് പോലുള്ള പബ്ലിക് പ്ലേസസ് ആണ് മോഹൻ സെലക്ട് ചെയ്തത്. മരണം കൺഫേം ചെയ്തതിന് ശേഷം സ്വർണവും പണവുമായി മുങ്ങും. ശേഷം അടുത്ത ടാർഗറ്റിലേക്ക്. 2009 അനിത എന്ന സ്ത്രീയുടെ കേസിലാണ് മോഹൻ പിടിയിലാവുന്നത്. കർണാടകയിലെ ദർലക്കോട്ടയിൽ മരിച്ച അനിതയുടെ ഫോൺ ആക്റ്റീവ് ആവുകയും കർണാടക പോലീസ് ആ യൂസറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അത് 16 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. ആ ഫോൺ അവന്റെ അങ്കിൾ കൊടുത്തതായിരുന്നു എന്നായിരുന്നു അവന്റെ മറുപടി. അങ്ങനെയാണ് പോലീസ് മോഹൻകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. 2003നും 2009നും ഇടയിൽ ഏകദേശം 30ഓളം കൊലകൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് മോഹൻ പറഞ്ഞത്. എന്നാൽ ഇതിൽ 20 കേസുകളാണ് പോലീസിന് പ്രൂവ് ചെയ്യാൻ സാധിച്ചത്. ഇന്ന് സൈനൈഡ് മോഹൻ വധശിക്ഷ കാത്ത് കർണാടകയിലെ ജയിലിൽ കഴിയുകയാണ്. മൂക്കയുടെ കളങ്കാവലിൽ ഇതിന്റെ ഒരു ഫിക്ഷൻ സ്റ്റോറി സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ.